Hi guys, welcome back to Eduboard. Once again, it's me, Sabine, your economics teacher. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ട്. 10ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചേക്കേണ്ട ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കൊള്ളണം. എക്സ്പ്ലെയിൻ ദ ഡിമാൻഡ് ഫോർ മണി വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം. എങ്ങനെയാണോ ഡിമാൻഡ് ഫോർ മണി വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം എന്നോ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പ് തിയറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ചോദിക്കാം. അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, ലിക്വിഡിറ്റി ട്രാപ്പ് തിയറി, ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരേ സംഭവമാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ. ഏതാണ് നമ്മുടെ മാക്രോയിൽ 3rd യൂണിറ്റ് ആയിരുന്ന മണി ആൻഡ് ബാങ്കിങ് ഉണ്ടല്ലേ, അഥവാ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്നുള്ള മെയിൻ ഏരിയകളാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചോദ്യമാണ് ഈ വരുന്നത്. ഡിമാൻഡ് ഫോർ മണി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണി നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരിക. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർ മണിയിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കേണ്ട കാര്യം, ഡിമാൻഡ് ഫോർ മണി എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ. 3 എണ്ണം വരുന്നുണ്ട്. ആ 3 എണ്ണം ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 5 മാർക്കിനോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമുക്ക് നേരെ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ചോദനമാണല്ലോ, അറിയുന്നത് ചോദനം. ഡിമാൻഡ് മലയാളം എന്ന് പറയുന്നത് ചോദനം. ഓക്കെ, പണത്തിൻ്റെ ചോദനം. ഇനി നിങ്ങൾ ഹെഡിങ് ഇംഗ്ലീഷിൽ എഴുതിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനുള്ള ചോദനം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പണം നമ്മൾ എന്തിനാണ് നമ്മൾ പണം ആവശ്യപ്പെടുന്നത്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പണം ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതിൻ്റെ കാരണമാണ് അവിടെ പറഞ്ഞു നോക്കോളൂ. ഒന്നാമത്തെ കാര്യം, ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി. എന്തിനാണ് നമ്മൾ പണം കൈവശം വെക്കുന്നത്? അതിന് കാരണങ്ങൾ പറഞ്ഞുതരാം. ഈസ് കോൾഡ് ഡിമാൻഡ് ഫോർ മണി. അതായത് നമ്മൾ പണം കൈവശം വെക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമ്മൾ പണം കൈവശം വെക്കുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെന്താ പറയും? ലിക്വിഡിറ്റി പ്രിഫറൻസ് പറയും. ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പണം എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി മുൻഗണന എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പണരൂപം, ഓക്കെ, പണത്തിലാക്കാനൊക്കെ പണത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നതിനാണ് എന്താ പറയുക? പണത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതിനാണ് എന്താ പറയുക? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റാവുന്നവ. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുക? ലിക്വിഡിറ്റി എന്ന് പറയുക. അപ്പോൾ ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലുള്ള ഇതിനാണ് നമ്മുടെ ക്യാഷ് ആൻഡ് കോയിൻസിനാണ്. ക്യാഷ് ആൻഡ് കറൻസി ആൻഡ് നോട്ട്സിനാണുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ കറൻസി ആൻഡ് കോയിൻസ് ഉണ്ടല്ലേ, അതാണ് പണത്തിൻ്റെ രൂപത്തിലേക്ക് ഏറ്റവും മാറ്റാൻ പറ്റുന്നത്. പിന്നെ ഗോൾഡ് ഉണ്ട്, പിന്നെ ATM കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ നിങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറഞ്ഞത് പണം കൈവശം വെക്കാനുള്ള മനുഷ്യൻ്റെ ആവശ്യകത ഉണ്ടല്ലോ, അതിനെ പറഞ്ഞവരാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടെ, ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്. പണം കയ്യിൽ പിടിക്കാനുള്ള ആളുകളുടെ ആഗ്രഹത്തെ ഡിമാൻഡ് ഫോർ മണി എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ലിക്വിഡിറ്റി മുൻഗണന എന്ന് വിളിക്കുന്നു. അത് വെച്ചിട്ട് പറഞ്ഞത് പണം കൈവശം വെക്കാനുള്ള ആളുകളുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? പൊതുവെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എത്ര ആയിട്ട് തിരിക്കാം? 3 ഗ്രൂപ്പായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞാൽ ആ 3 ഏതൊക്കെയാണെന്ന് നോക്കിക്കോട്ടോ. അതിൽ ഒന്നാമത്തെ ട്രാൻസാക്റ്റീവ് മോട്ടീവ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് മോട്ടീവ് എന്ന് പറയും. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈമാറ്റം ചെയ്യാൻ. എന്താണ്? കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി. ഒന്നാമതായിട്ട് മനുഷ്യൻ പണം കൈവശം വെക്കുന്നതിന് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയില്ല. ഈ കൈമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അത് നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ B2B അഥവാ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. B2C ബിസിനസ് ടു ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ടു കൺസ്യൂമേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ബിസിനസ് ടു ഗവൺമെൻറ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ എന്താണ്? ഈ ട്രാൻസാക്ഷൻസ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ പണം കൈവശം വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. പീപ്പിൾ ഡിമാൻഡ് മണി ഫോർ മീറ്റിംഗ് ദെയർ ഡേ ടു ഡേ എക്സ്പെൻസസ് ഈസ് കോൾഡ്. ഓക്കെ, അവരുടെ ആളുകളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് അഥവാ ദൈനംദിന ചിലവുകളുണ്ടല്ലോ, ഈ ദൈനംദിന ചിലവുകൾക്കായിട്ട് പണം കൈവശം വെക്കാറുണ്ട് അല്ലേ. നമ്മളൊക്കെ കൈവശം വെക്കാറുണ്ട്. ഒന്നും നമ്മൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൈവശം പണം വെക്കുന്നതിനാണ് നമ്മൾ ഒന്നാമത്തെ ഡിമാൻഡ് പറയുന്നത്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഈ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വ്യാപ്തി എന്ന് പറയാം അല്ലേ. ഈ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന ഇടപാടിൻ്റെ അളവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ വോളിയം അഥവാ നമ്മൾ നടത്തുന്ന ഇടപാടിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടും. പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടണമെന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ട്രാൻസാക്ഷൻ കൂടണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണം കൈവശം വെക്കുന്നതിൻ്റെ അളവ് കൂടണം അല്ലേ. എന്തിനാ ഈ പണം കൂടുതൽ കൈവശം വെക്കുന്നത്? നമ്മൾ കൂടുതൽ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വോളിയം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ കുറയും. ഇനി വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും ട്രാൻസാക്ഷന് കുറയുന്നതിന് കാരണം. അപ്പോൾ രണ്ടും എന്താണ്? പോസിറ്റീവ് റിലേഷൻ ആണെന്നതിൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കാം. നമുക്ക് അത് വെച്ച് നോക്കാം. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി നമ്മൾ പറഞ്ഞു വെച്ചാണ്. അത് വെച്ചിട്ടുള്ള പറഞ്ഞ് വെൻ ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസസ്, വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? അത് കൂടുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓൾസോ ഇൻക്രീസസ്. രണ്ടും എന്താണ്? പോസിറ്റീവ് റിലേഷൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. അതേ കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഈ സെൻറ്റൻസ് ഒന്ന് പഠിച്ചേക്കണേ. അതിൻ്റെ മലയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇടപാടിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പണത്തിനായുള്ള ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ റിലേഷൻ എങ്ങനെയാണ് MDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി തിരിച്ചടവായിക്കുന്നത്. അതായത് TDM എന്ന് എഴുതിക്കുന്നവരെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നുള്ള MDT എന്ന് എഴുതിക്കും. എന്നിട്ട് നമ്മൾ എഴുതിക്കുന്നവരാണ് KT എന്ന് പറയും. ഈ T എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വോളിയമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, K എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി.
ഇനി നോക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ എക്കോണമി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വോളിയം കൈവശം വെക്കുന്നുണ്ട് അത് തന്നെയാണ് പറയുന്നത്. അത് തിരിച്ചു മറിച്ച് പറഞ്ഞെന്നുള്ളൂ, വേറെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ MDGയിൽ പറയുന്നുണ്ട് ഓരോന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ അതർ വേർഡ്സ് കെ ഈസ് ദ ഇൻവേഴ്സ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്നും നോക്കണം, നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം നോക്കുക, ദ നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഡ്യൂറിംഗ് ദ യൂണിറ്റ് പീരീഡ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. വെലോസിറ്റി ആണ് എന്താ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും, പ്രവേഗം എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറൻസി ഇപ്പോൾ 50 രൂപ നോട്ട് എന്ത് ചെയ്യും, കൈമാറി അല്ലേ. ഒരു സിനിമയിലുണ്ട് പറയുന്നത് 50 രൂപ മീൻകാരന് കൊടുത്തു, മീൻകാരൻ അത് എന്ത് ചെയ്തു, ചിക്കൻ കടയിൽ കൊടുത്ത് ചിക്കൻ സ്റ്റാൾ മാർക്കറ്റ് പറക്കിറക്കി ഇടുന്ന അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് അതേപോലുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിമാൻഡിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ഡിമാൻഡ് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇഫ് GDP ഇൻക്രീസസ്, നമ്മുടെ GDP കൂടാൻ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും കൂടുട്ടോ. അതൊന്ന് റിലേഷൻ പഠിച്ചേക്കണം, മസ്റ്റായിട്ട് പഠിച്ചേക്കുന്ന കാര്യമാണ്. അപ്പോൾ GDP കൂടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടണം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കാനുള്ള രണ്ടാമത്തെ മോട്ടീവാണ് പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. അതായത് മനുഷ്യനെല്ലാവരും പണം കുറച്ച് പൈസ എക്സ്ട്രാ സേവ് ചെയ്ത്, കാരണം എന്തിനറിയോ, നമുക്കിനി അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചിലവ് വരും. അതിനെ നമ്മൾ പറയാം അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയുക. എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയുക. അൺഎക്സ്പെക്റ്റഡ് അല്ലെ, നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴൊക്കെ പറഞ്ഞുതരാണ് എടാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പിക്ക് എടുക്കുക, അല്ലെങ്കിൽ ക്യാൻഡിഡ് ആയിട്ട് പിക്ക് എടുക്കുക എന്ന് പറയാനോ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ പോകുന്ന വഴി നമ്മുടെ കയ്യോ കാലോ വീണോടിയുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന ആക്സിഡൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് വരുമ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും ചികിത്സിക്കാൻ വേണ്ടി ചിലവുകൾ വേണ്ടി വരും. അപ്പോൾ ആ ചിലവിന് നമുക്ക് പൈസ വേണ്ടി അല്ലേ. ആ പൈസ നമ്മൾ എന്തെങ്കിലും കണ്ടുവെക്കണം, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ മാറ്റി വെക്കണം. അതാണ് യഥാർത്ഥത്തിൽ എന്ത് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോക്കിക്കോളൂ, പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് അൺസർട്ടൻ ഫ്യൂച്ചർ. ഓക്കെ, നമ്മുടെ ഭാവിയിൽ എന്ത് നടക്കും നമുക്കറിയില്ല. നമുക്ക് ചിലപ്പം ചിലവ് കൂടാം, കുറേയൊക്കെ ചെയ്യാം. അപ്പോൾ ചിലവ് കൂടുകയാണെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ചിലവാക്കാൻ പൈസ കയ്യിൽ വേണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പൈസ എന്ത് സേവ് ചെയ്തേക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തേക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് സച്ച് ആസ് മെഡിക്കൽ ഓർ കാർ. ഓക്കെ, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കലായിട്ടുണ്ടാകുന്ന കെയറുകൾ ഉണ്ടാവും അല്ലേ. അതേപോലെ കാറിന് വരുന്ന റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യും, പണം നമ്മൾ കൂടുതലായിട്ട് ആവശ്യപ്പെടും. അത്തരം സാഹചര്യങ്ങളിൽ പണം ലഭ്യമാകുന്നതിൻ്റെ ആവശ്യകതയെ പണം ആവശ്യപ്പെടുന്നതിന് മുൻകരുതൽ പരാമർശിക്കുന്നു. നിങ്ങൾ അതൊന്നും ഓർത്തിട്ടില്ലെങ്കിൽ വേണ്ട, ഇത്ര പഠിച്ചേക്കുക. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്ട്രാ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന അൺസർട്ടൻ ആയിട്ടുള്ള ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ആക്സിഡൻ്റ് ഒക്കെ വരും. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്രിക്കോഷനായിട്ട് കുറച്ച് പൈസ എന്ത് ചെയ്യും മാറ്റി വെക്കും. ഇനി തേർഡ് വണ്ണാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഇതാണ് നമ്മുടെ തിയറിയുടെ കാതലായിട്ടുള്ള ഭാഗം. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. ആളുകൾ എന്തിനാണ് പണം കൈവശം വെക്കുന്നത്, മെയിനായിട്ട് ഗെയിൻ ഫ്രം ബോണ്ട് ഈസ് കോൾഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഗെയിൻ ഫ്രം ബോണ്ട് എന്ന് പറഞ്ഞാൽ, ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റികളെ നമ്മൾ വിളിക്കുന്നവരാണ്. ബോണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അല്ലേ, നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്നവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹ്യൂമാനിറ്റീസുകാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ബോണ്ടുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മൾ ലാഭം നേടാൻ നോക്കും. എങ്ങനെയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് കേട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഫോറക്സ് മാർക്കറ്റ് എന്നൊക്കെ പറയും, ഫോറക്സ് ട്രേഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ ഫോറക്സ് ട്രേഡ് ഒക്കെ എന്താ പറയുക, നമ്മൾ മറ്റു രാജ്യങ്ങളുടെ കറൻസി ഒക്കെ വാങ്ങിയിട്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതുവഴി ലാഭം കിട്ടുന്ന പരിപാടി. അതേപോലെ തന്നെ അവിടെ ചെയ്യുന്നത്, നമ്മുടെ കറൻസി വാങ്ങുന്നത് വിൽക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ലാഭം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഊഹക്കച്ചവടം വഴി കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണോ, നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റി മാത്രമല്ല ഗോൾഡ് വരുന്നുണ്ട്, ലാൻഡ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ബോണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമി കച്ചവടം, അതേപോലെ സ്വർണ്ണ കച്ചവടം ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ് ട്രേഡ് നടത്തിക്കൊണ്ടുള്ള വരുമാനം സൂചിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിക്കാറുണ്ട് R എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ ബോണ്ട് പ്രൈസ്, അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ബോണ്ട് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം PB എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇൻവേഴ്സ് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബോണ്ട് പ്രൈസ് കുറയും. അത് ഒന്നാമത്തെ റിലേഷൻ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യും, ബോണ്ട് പ്രൈസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷനാണ് നിങ്ങൾ എന്തിനാ മസ്റ്റായിട്ട് പഠിച്ചേക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷനാണെന്ന് പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാട്ടോ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്തായിരിക്കും, പ്രൈസ് ഓഫ് ദ ബോണ്ട് വിൽ ബി ലോ. നമ്മൾ പറഞ്ഞ ലോ തന്നെയല്ലേ, യെസ് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓർത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് വായിച്ച് നോക്കാം. ദെൻ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഡയഗ്രാം നോക്കാനുള്ളത്. ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യമായിട്ട് പറയുന്നത്, എന്തായാലും ഒരു എക്കോണമിയിൽ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം ഉണ്ടാവും. അതേപോലെ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ, മിനിമം ഉണ്ടാവും മാക്സിമം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ അറിയുക, നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി ഡിമാൻഡ് എങ്ങനെ അറിയുക, തിയറി അത് പ്രകാരം നമ്മുടെ കർവ് ഇങ്ങനെ പോവുക. ഓക്കെ, പിന്നെ എങ്ങനെ പോകും, അതിന് കാരണം എന്താ പറയുക, നമ്മുടെ ഡിമാൻഡ് കർവ് ഇങ്ങനെ പോകാനുള്ള കാരണം നിങ്ങൾ നോക്കുക, ഈ മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ, മിനിമം ഉണ്ടല്ലോ നമ്മുടെ
മിനിമം പോയിന്റ്. ഈ മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലിക്വിഡിറ്റി ഡിമാൻഡ് തിയറി എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? ലിക്വിഡിറ്റി ട്രാപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ ഡിമാൻഡ് അങ്ങനെ ആ മിനിമം റേറ്റിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് നോർമലി ഈ പറഞ്ഞ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും അതേപോലെ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇടയിൽ കടന്നിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക, ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കണോ. ഇത് എന്തിനാണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൻ്റെ കാര്യം മാത്രമാണോ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൻ്റെ കാര്യം മാത്രമാണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു സംഗതി വരുന്നത്, ബാക്കി ഒന്നിനല്ല വരുന്നത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൽ മാത്രമാണോ. നമുക്ക് നോക്കാം എന്താ സംഗതിക്കുന്നത്. എക്സ്പെക്ടിങ് ഫോൾ ഇൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇപ്പം നിലവിൽ കൂടുതലാണെന്നല്ല നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, കുറയും. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, നോർമലി അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബോണ്ടിൻ്റെ ഒക്കെ പ്രൈസ് കൂടും, ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും, ബോണ്ടിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിറ്റുവേഷൻ എന്താ വെച്ചാൽ പറഞ്ഞു നോക്കോളൂ. പ്രസൻറ്റ് സിറ്റുവേഷൻ ആണോ, പ്രസൻറ്റ് സിറ്റുവേഷൻ നമുക്കറിയാം എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും, ബോണ്ട് പ്രൈസ്. ഓക്കെ, ബോണ്ട് പ്രൈസ് എന്താണ്, ബോണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈ ചെയ്യും. എന്ത് ചെയ്യും, ബൈ, നമ്മൾ ബോണ്ട് വാങ്ങിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഫ്യൂച്ചർ ആട്ടോ വരാൻ പോകുന്നത്, ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞാൽ, ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്, ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പലിശ നിരക്ക് കുറയില്ലേ, പലിശ നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ ബാങ്കിലൊന്നും അധികം ഡെപ്പോസിറ്റ് ചെയ്യില്ല. കാരണം എന്താണ്, പലിശ കിട്ടുന്നില്ലല്ലോ. അപ്പം പിന്നെ ബാങ്കിലൊന്നും അധികം ഡെപ്പോസിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യും, അവർ ബോണ്ടുകൾ വാങ്ങാൻ നോക്കും. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, ബോണ്ടിൻ്റെ പ്രൈസ് അവിടെ നോർമലി കൂടുകയാണ് ചെയ്യുക. ബോണ്ടിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ മെച്ചം തന്നെ, നമ്മൾ അന്ന് വാങ്ങിയിട്ട് പണ്ട് ബോണ്ടിൻ്റെ വില കുറഞ്ഞപ്പോൾ അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ബോണ്ടുണ്ട്, അത് നമുക്കിപ്പോൾ വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി നമുക്കവിടെ ലാഭം നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളത് സെല് ചെയ്തുകൊണ്ട് നിന്ന് നമുക്കവിടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കവിടെ എന്താ കിട്ടുന്നത്, മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, നമുക്കവിടെ ലാഭം കിട്ടുന്നില്ല കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിക്കുക. ഓക്കെ, ഇത്രയുള്ള സംഗതി എന്ന് പറഞ്ഞു. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത്. എന്താ ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ പറയുന്നുണ്ട്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ലോ. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് വെരി ലോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ബോണ്ട് പ്രൈസ് എന്തായിരിക്കും, ബോണ്ട് പ്രൈസ് വളരെ കൂടുതൽ കാരണം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സംഭവം തന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, സെയിം കോൺസെപ്റ്റ് തന്നെ അവിടെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടാലും സച്ച് എ സിറ്റുവേഷൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. എന്താണ് ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്തായി മാറും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കായി മാറും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ കർവ് വരച്ചപ്പോൾ ഇങ്ങനെ സ്പേസ് പോയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതാ ഇങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞ ഭാഗം അല്ലേ. ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് എന്തുള്ളത്, ഈ പറഞ്ഞ ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ളതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചു നോക്കാം. ഓക്കെ, അത് വായിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള പഠിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് സാധാരണ എഴുതണേ, നമ്മൾ പറയല്ലോ MDS അഥവാ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതാം. ആർ മാക്സിമം അഥവാ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മൾ ആ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, കുറക്കുക. അങ്ങനെ ഡിവൈഡ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 5% വിചാരിക്കുക, 5% വിചാരിക്കുക. മാക്സിമം ആർ മാക്സിമം എന്ന് പറയുന്നത് ഒരു 10% വിചാരിക്കുക. അതേപോലെ ആർ മിനിമം എന്ന് പറയുന്നത് ഒരു 2% വിചാരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എത്ര വരിക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ 10 - 5 / 5 - 2 എത്ര വരും, 5 / 3 എന്നാണ് വരിക. എന്ന് വെച്ചാൽ എത്ര വരിക, നമുക്കറിയാം 1.2/3 അല്ലേ, 1/2/3 എന്ന് വരിക. ഓക്കെ, 1/2/3 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടുതലാണ് നമുക്കവിടെ പറയാൻ പറ്റും. ഓക്കെ, അത്രയുള്ള സംഗതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയഗ്രാം നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിക്കണം, മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാറുള്ളൂ, ചെറിയൊരു വീഡിയോ ആണെന്നുള്ള വിചാരത്തോട് കൂടി തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കുക, കാരണം പരീക്ഷയ്ക്ക് ചോദ്യം വരട്ടെ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു 5 മാർക്ക് എന്ത് ചെയ്യുക, അതുവഴി നിങ്ങൾ സെക്യൂർ ആക്കി വയ്ക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഓക്കെ, ബൈ.